ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സബ്വൂഫർ ആംപ്ലിഫയർ, ഒരു 300 വാട്ട്സ് RMS ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സബ്വൂഫർ ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ബ്ലാക്ക് മാറ്റ് ആക്രിലിക്കാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റിന് വേണ്ടി നമ്മൾ പിങ്ക് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പാനലിൽ ഒരു ഓൺ ഓഫ് സ്വിച്ച്, അതിൻ്റെ വോളിയം കൺട്രോളുമാണ് വരുന്നത്. ബാക്ക് പാനലിൽ സ്പീക്കർ ഔട്ട്പുട്ടിന് വേണ്ടി ബനാന സോക്കറ്റ്, RC ഇൻപുട്ട്, ഓൺ ഓഫ് സ്വിച്ച്, കൂളിംഗ് ഫാൻ പോർട്ട് മുതലായവയാണ് ബാക്ക് പാനലിൽ വരുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഇൻസൈഡ് കാര്യങ്ങൾ നോക്കാം. ഇതിൽ ഉപയോഗിച്ചിരുന്ന ബോർഡുകളും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. ഇൻസൈഡിൽ നോക്കുകയാണെങ്കിൽ 40040 10 ആംപിയർ ഹെവി ട്രാൻസ്ഫോർമറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡ്യുവൽ സപ്ലൈ നോക്കുകയാണെങ്കിൽ 3050 ബ്രിഡ്ജ് റെക്ടിഫയർ, പിന്നെ 10,000 മൈക്രോഫാരഡ് 63 വോൾട്ട് 4 കപ്പാസിറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സബ് ഫിൽട്ടർ ബോർഡ്, സബ് ഫ്രീ ആംപ്ലിഫയർ ബോർഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മഹാരാജയുടെ ഫിൽട്ടർ ബോർഡാണ്. അതിൽ നമുക്ക് ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ ആംപ്ലിഫയർ ബോർഡ് 6 ട്രാൻസിസ്റ്റർ മോണോ ബോർഡ് യൂസ് ചെയ്തിരിക്കുന്നത് കൃഷ്ണ ഓഡിയോസ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിരിക്കുന്ന 6 ട്രാൻസിസ്റ്റർ മോണോ ബോർഡാണ്. നല്ലൊരു ബോർഡാണ്. ഇൻബിൽറ്റായിട്ട് സ്പീക്കർ പ്രൊട്ടക്ഷൻ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ മാക്സിമം നമുക്ക് 70 വോൾട്ട് DC വരെ കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു 350 വാട്ട്സ് 400 വാട്ട്സ് വരെ മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് ബോർഡിൽ നിന്ന് ലഭിക്കുന്നതാണ്. RMS ഔട്ട്പുട്ടാണ്. പിന്നെ ഇതിൽ കൂളിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക് കൂളിംഗ് സിസ്റ്റമാണ്. 90 ഡിഗ്രി മുകളിലേക്ക് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫാൻ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് ഔട്ട്സൈഡ് കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.